മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ പാർക്കിലേക്ക് പോയി. മോർണിംഗ് ടൈമിൽ പാർക്ക് ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. സ്ലോ, കാം ആൻഡ് ഫുൾ ഓഫ് പീസ്. ചില ടൈമിൽ ഇങ്ങനത്തെ ചെറിയ സൈലൻറ്റ് മൊമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ബിഗ്ഗസ്റ്റ് കംഫർട്ട് തരാം. നല്ല സോഫ്റ്റ് ലൈറ്റും ഫ്രഷ് എയറും പിന്നെ തിരക്കൊന്നും ഇല്ലാണ്ട് എല്ലാം ഭയങ്കര ജെൻറ്റിലായിട്ട് പോവും. ഞാനൊരു ചായയൊക്കെ വാങ്ങി കുടിച്ച് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ആൾക്കാരൊക്കെ നടക്കുന്നതും ബേർഡ്സിനെയും പൂച്ചിനെയും ഒക്കെ നോക്കിയിട്ട് enjoying a few silent moments for myself. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്തു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. നമ്മൾ മീറ്റ് ചെയ്താൽ പിന്നെ ഓൾ വൈബ് മാറും. നിർത്താണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കുക, ലൈഫ് സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെറിയ ഡൂഡ്ലിംഗ് ഒക്കെ ചെയ്യാം. നമ്മളറിയാണ്ട് തന്നെ ടൈം അങ്ങനെ അങ്ങ് പോവും. ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ശരിക്കും ഒരു തെറാപ്പി പോലെയാണ്, എസ്പെഷ്യലി ഇൻ അവർ 30s when days are always full. മോനെ പിക്ക് ചെയ്യാൻ ടൈം ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. നേരെ അവനെ ഹെയർ കട്ടിന് കൊണ്ടുപോയി. എനിക്ക് കുറേ ആയി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ടൊരു ഹെയർ കട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. ഓണസ്റ്റ്ലി ഡീറ്റെയിൽഡ് ഹെയർ കട്ട് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് എനിക്ക് ഷുവറല്ല. ബട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പാച്ചി കട്ടാണ് കേട്ടോ സജസ്റ്റ് ചെയ്തത്. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് എനിക്ക് അവൻ്റെ ഹെയർ ഗ്രോ ചെയ്യാനാണ് ഇഷ്ടം. ബട്ട് അവൻ കുറേ ഇങ്ങനെ ചാടി ഓടിച്ചാടി കളിക്കുന്നതുകൊണ്ട് തന്നെ കുറേ നേരം അങ്ങനെ നീറ്റായിട്ട് അവൻ്റെ ഹെയർ നിൽക്കില്ല. സോ അപ്പാച്ചി കട്ടല്ലെങ്കിലും അതിൻ്റെ സിമിലറായിട്ടൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് അപ്പാച്ചി കട്ടായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. ഞാൻ മുടി വെട്ടാൻ വരുന്നതിൻ്റെ മുന്നേ എൻ്റെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവും, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. പക്ഷെ അത് അവിടെ പോയിട്ട് കൺവേ ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കുറേയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ലാസ്റ്റ് ഞാൻ വിചാരിക്കും അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന്. ബിക്കോസ് മുന്നേ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞ് അവർക്ക് എൻ്റെ ഐഡിയ മനസ്സിലായില്ല. അവരെ മനസ്സിലായ പോലെ ചെയ്ത് ലാസ്റ്റ് മുടി കൊളായ സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇനിയാണ് ഇന്നത്തെ മെയിൻ പണി. നോമ്പിന് വേണ്ടിയിട്ട് ഹോമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ നൻചൂലിപ്പണി. ബട്ട് ദിസ് ടൈം ഞാനല്ല ചെയ്യുന്നത്. ഒരു ക്ലീനിങ് സർവീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ചില ഏരിയാസൊക്കെ എത്തിപ്പിടിച്ച് ക്ലീനാക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. ഒരു ഡേ ക്ലീനാക്കിയാൽ ഒരു 2-3 ദിവസം ബോഡി പെയിൻ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹെൽപ്പിന് ആളെ വിളിക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് ഹോം ഫുള്ള് ക്ലീനാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ. നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആളെ വിളിച്ചെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. ഞാൻ 1 person 4 hours സർവീസ് ബുക്ക് ചെയ്തത്. നമുക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 2 ആൾക്കാരെ ചൂസ് ചെയ്യാം. ഇനി ടൈം കുറച്ചിട്ടാക്കാം. എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ വിചാരിച്ചത് എൻ്റെ ചെറിയൊരു റൂമിന് അത്രയൊക്കെ മതി എന്നാണ്, അത്ര ടൈം മതി എന്നാണ്. ബിക്കോസ് യൂഷ്വലി ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 4 hours കൊണ്ട് അത്യാവശ്യം ഒരുവിധം എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. ഈ ഒരു 4 hours കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു തരും. ബട്ട് നമ്മൾ ഓരോന്നും പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ നിന്നിട്ട് ചെയ്യിപ്പിക്കണം. അതാണ് ട്രിക്കി പാർട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്യണം. സോ ടെക്നിക്കലി യു ഡോണ്ട് ഗെറ്റ് ഫുൾ റെസ്റ്റ്. വാൾ ടൈലും വിൻഡോവും ഒക്കെ ക്ലീൻ ചെയ്ത് തന്നു. ഷെൽഫിൽ നിന്നൊക്കെ എല്ലാ ഐറ്റംസും എടുത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അതിൻ്റെ ഐറ്റംസൊക്കെ നല്ലോണം വൈപ്പ് ചെയ്തെടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ ആദ്യം കുറേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം പോകുന്ന പോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ 4 hours കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ബട്ട് എനിക്ക് മാക്സിമം കിച്ചണ് ക്ലീനാക്കി കിട്ടിയാൽ മതി. ബാക്കി റൂമും ഹോളൊക്കെ അത്ര വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളാണ്. എല്ലാ കണ്ടെയ്നേഴ്സും സ്റ്റോറേജ് ബോക്സും പിന്നെ ഞാൻ അഡീഷണലായിട്ട് വെച്ചിട്ടുള്ള ഷെൽഫ്സും ഒക്കെ നല്ലോണം വാഷ് ചെയ്ത് തന്നു. നമുക്കെല്ലാം നല്ലോണം പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ അറിയെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. ഞാൻ പിന്നെ ആ കാര്യത്തിൽ കുറച്ച് വീക്കാണ്. നമ്മൾ പേ ചെയ്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിലും എനിക്ക് അത്ര സ്ട്രോങ് ആയിട്ട് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ അറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന വിധം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ റെയർലി ക്ലീൻ ചെയ്യുന്ന കുറച്ച് ഏരിയാസാണ് കുക്കിംഗ് റേഞ്ചിൻ്റെ ബാക്കിൽ, ഫ്രിഡ്ജിൻ്റെ ബാക്കിലൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല ഡേർട്ട് ഉണ്ടായിരുന്നു. കുക്കിംഗ് റേഞ്ചൊക്കെ നീക്കി അതിൻ്റെ ബാക്കിലും അടിയിലും, ഫ്രിഡ്ജ് നീക്കിയിട്ട് അതിൻ്റെ ബാക്കിലും അടിയിലൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്.
എനിക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും ക്ലീൻ ചെയ്യിപ്പിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് അത് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ എക്സ്ട്രാ എഫേർട്ട് വരുന്ന കാര്യമാണ് ബാത്റൂം വാൾസ്. ബാത്റൂം വാൾ മുകളിലേക്കൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തലില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പിന്നെ എല്ലാ മാറ്റും വാഷ് ചെയ്ത് തരികയും ചെയ്തു. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ശരിക്കും റിയലൈസ് ചെയ്യുന്നത് എത്രമാത്രം സാധനങ്ങളാണ് ഈ ചെറിയ കിച്ചണിൽ ഞാൻ കൊള്ളിച്ചത്. അതൊക്കെ ഓരോന്ന് ക്ലീനാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പം കിട്ടുന്നത്. ഇങ്ങനത്തെ ടൈമിലാണ് കുറേ എക്സ്പയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുക. അതൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്തു. വേണ്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, കണ്ടെയ്നേഴ്സും കാര്യങ്ങളും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ച കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ടാവും, ഇതുവരെ തൊട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ എടുത്തിട്ട് ഞാൻ കളഞ്ഞു. എൻ്റെ കൂടുതൽ സ്പേസും പോക്കുന്നത് അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും. ഓരോ ബോട്ടിൽസും കണ്ടെയ്നേഴ്സൊക്കെ പിന്നെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ച കുറേ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇവരിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ ഡേർട്ട് കിട്ടുമ്പോഴും ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ ഡെയിലി കിച്ചൺ സർഫസസ് ഒക്കെ ക്ലീൻ ചെയ്യലുണ്ട്, വൈപ്പ് ചെയ്യലൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ റിയൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്രഷ് ബട്ടൺ ഹിറ്റ് ചെയ്ത പോലെയാണ്. ഞാനൊരു 1 to 2 hours കൊണ്ട് കഴിയുമെന്ന് വിചാരിച്ച കിച്ചണ് ഒരു 4 hours തന്നെ, ഓൾമോസ്റ്റ് 4 hours എടുത്ത് 3.5 hours എടുത്ത് കിച്ചൺ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി 1/2 hour കൊണ്ടാണ് ബാത്റൂമും മാറ്റും ഒക്കെ വാഷ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയൊരു കിച്ചണ് 3.5 hours എടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിലെ കിച്ചണൊക്കെ ക്ലീനാക്കാൻ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ക്ലീൻ ആണെങ്കിലും മെസ്സി ആണെങ്കിൽ ആ ഒരു പീസ്ഫുൾ ഫീൽ കിട്ടില്ല. അവർ ഓരോ ഐറ്റംസും വൈപ്പ് ചെയ്ത് ക്ലീനാക്കി വെക്കുമ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് എൻ്റെതായ രീതിയിൽ എല്ലാ ഐറ്റംസും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി റൂട്ടിൽ നോട്ടീസ് ചെയ്യാത്ത കുറേ ഏരിയാസൊക്കെ ഡസ്റ്റും ഡേർട്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എനിക്ക് ഷെൽഫ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുമ്പം, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ ഷൈൻ ചെയ്ത് ഫ്ലോറൊക്കെ സ്പോട്ട്ലെസ് ആയിട്ട് കാണുമ്പം എനിക്ക് ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് അവേഴ്സ് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സ്പേസിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. വിഷ്വലി ക്ലീൻ ആയിന്ന് മാത്രമല്ല, ബട്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീസ്ഫുൾനെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഫിസിക്കലി അങ്ങനെ കൂടുതൽ വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഓരോ സ്മോൾ സ്റ്റെപ്പിലും ഇൻവോൾവ് ആണ്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, എവിടെ എന്ത് വെക്കണമെന്ന് ഡിസൈഡ് ചെയ്യുക, അങ്ങനെ. ക്ലീനിങ് ഡേയ്സ് എപ്പോഴും ഭയങ്കര ടയറിങ് ആണ്, ബട്ട് ഒരു ക്വൈറ്റ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ്സും കിട്ടുന്നുണ്ട്. മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ്. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രഷായി കാമായി കിച്ചണ് ഒന്ന് റമദാനിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 4 hours ആയപ്പോൾ തന്നെ എവിടം വരെ പണിയെടുത്തോ അവിടെ വെച്ച് നിർത്തിയിട്ട് അവർ പോയി. അപ്പോൾ അവരൊക്കെ ക്ലീനാക്കി പോയെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് വർക്ക്സൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഓണസ്റ്റ്ലി അവരുടെ കൂടെ തന്നെ എല്ലാ പണിയും ഞാൻ ചെയ്തൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞെങ്കിലും ചെറിയ ഫിനിഷ് ടച്ചസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ബാക്കിയുണ്ട്. എക്സ്ട്രാ ഷെൽഫ്സൊക്കെ അവർ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു, പിന്നെ കുറച്ച് ടൈമും കൂടെ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെ ബാത്റൂം വാൾസും മാറ്റൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. ബിക്കോസ് ഷെൽഫ്സ് ഓർഗനൈസ് ചെയ്യുന്നതിനെക്കാട്ടും ടഫാണ് അതൊക്കെ. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഓർഗനൈസിങ് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ കണ്ടെയ്നേഴ്സും തിരിച്ച് ഷെൽഫ്സിൽ നീറ്റാക്കി വെക്കുക, പിന്നെ വാഷ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആവാനും ഒക്കെ വെച്ചു. ലിവിങ് റൂമും ബെഡ്റൂമും ഒന്നും ക്ലീൻ ചെയ്യാന്നുള്ളത് അത്ര ടഫായിട്ടുള്ള കാര്യമല്ല. കിച്ചണാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന കാര്യം. ബട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഐറ്റംസൊക്കെ തൽക്കാലം ഹോളിൽ വെച്ചോണ്ട് അവിടെയും ഫുള്ള് മെസ്സി ആയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈമും എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ടയേർഡായി. പിന്നെ ഡിന്നറൊന്നും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഒരു പ്രോപ്പർ റെസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ഹൗ മൈ റമദാൻ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ഡേ വെന്റ്. കുറച്ച് ടയറിങ് ആയിരുന്നു, മെസ്സി ആയിരുന്നു, ബട്ട് ഫൈനലി കാം, ക്ലീൻ ആൻഡ് റെഡി ഫോർ റമദാൻ. അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് മൈ സിമ്പിൾ ഡേ. ഇനി കൂടുതൽ റമദാൻ വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.